തന്റെ സിനിമയെ മനഃപൂർവ്വം നെഗറ്റീവ് റിവ്യൂവിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി നടൻ മാധവ് സുരേഷ്. അംഗം അട്ടഹാസം എന്ന സിനിമയ്ക്ക് ലഭിച്ച നെഗറ്റീവ് റിവ്യൂവിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാതാവ്, ചിത്രത്തിന്റെ PRO എന്നിവർക്കൊപ്പം തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മാധവിന്റെ ആരോപണം. തനിക്കെതിരായ വിദ്വേഷ പ്രചാരണം പിതാവ് സുരേഷ് ഗോപിയെ ലക്ഷ്യം വെച്ചാവാം. പക്ഷേ സിനിമയെ തകർക്കുമ്പോൾ നഷ്ടത്തിലാവുന്നത് കോടികൾ മുടക്കിയ നിർമ്മാതാവാണെന്ന് മാധവ് സുരേഷ് ചൂണ്ടിക്കാട്ടി. ഖത്തറിൽ റിലീസ് ചെയ്യാത്ത ചിത്രം ഖത്തറിലിരുന്ന് ഒരാൾ റിവ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് മാധവ് സുരേഷിന്റെയും നിർമ്മാതാവ് അനിലിന്റെയും ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കഥ, അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ക്ലൈമാക്സ് ഒരു പ്ലോട്ട് പോലെ റിവ്യൂസിൽ വന്ന് യൂട്യൂബിൽ ഒരു വൈഡ് സ്പ്രെഡ് ക്രൗഡിന് ഇൻഫർമേഷൻ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഈ സിനിമ എടുത്തതിൻ്റെ പേർപ്പസ് തന്നെ എല്ലാ രീതിയിലും ഇല്ലാതാവുകയാണ്. സിനിമയുടെ പ്ലോട്ട് വിടുന്ന രീതിയിലും അല്ലാതെ ഒരു പരിധി കൂടുതൽ കേൾക്കുമ്പോൾ ഇതേപോലെ ആ ഖത്തർ ബേസ്ഡ് ആള് ഇതേപോലെ നമുക്കറിയാം, നമ്മളവിടെ സിനിമ ഇറക്കിയിട്ടില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ അദ്ദേഹം അത് കാണുന്നത് പൈറേറ്റഡ് കോപ്പി വഴിയായിരിക്കും. അതെങ്ങനെയാണ് അവിടം വരെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എത്തിയെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ബട്ട് അങ്ങനെ എത്താൻ സാധ്യത കുറവായതുകൊണ്ട് ഐ തിങ്ക് ഹി ഡിഡ്ന്റ് വാച്ച് ദ ഫിലിം. പക്ഷെ എന്നിട്ടും ഇങ്ങനെ ഒരു റിവ്യൂ പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ലായിരുന്നു. വ്ലോഗർ അശ്വന്ത് കോക്ക് പണം വാങ്ങിയാണ് റിവ്യൂ ബ്ലോഗുകൾ ചെയ്യുന്നതെന്ന് സിനിമയുടെ നിർമ്മാതാവ് ആരോപിച്ചു. അതേസമയം അശ്വന്ത് കോക്ക് ഇത് നിഷേധിച്ച് രംഗത്ത് വന്നു. ചിത്രത്തിന്റെ ക്ലൈമാക്സ് വരെ വ്ലോഗർമാർ പുറത്തുവിട്ടു. ചില വ്ലോഗർമാർ ആദ്യ പകുതി കണ്ട് പുറത്തുപോയി നെഗറ്റീവ് റിവ്യൂ നൽകിയ ശേഷം രണ്ടാം പകുതിയിലാണ് ഓഡിയോ വിഷ്വൽ ക്വാളിറ്റി ശരിയായ നിലയിലെത്തിയത്. ഇക്കാര്യം തിയേറ്റർ ഉടമകളുമായി സംസാരിക്കും. എൻ്റെ ഈ സിനിമ മാത്രമല്ല, കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ടെടുക്കുന്ന സിനിമ ഒരു കാര്യമില്ലാതെ കാശ് വാങ്ങിയോ കാശ് വാങ്ങാതെയോ എന്തൊക്കെയോ കാരണം കൊണ്ട് അവരുടെ പേഴ്സണൽ അജണ്ട വെച്ചിട്ടായിരിക്കും ഭയങ്കര ഇറ്റ് ഡസന്റ് സൗണ്ട് ലൈക്ക് ക്രിറ്റിസിസം ഓർ എ നെഗറ്റീവ് റിവ്യൂ. ഭയങ്കരമായിട്ട് അവഹേളിക്കുന്ന പോലെയാണ് പറഞ്ഞു കളയുന്നത്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദറ്റ്സ് ഫെയർ. അഗൈൻ, നെഗറ്റീവ് പറയാം, പോസിറ്റീവ് പറയാം. യു കനോട്ട് കംപ്ലീറ്റ്ലി കിൽ ഓഫ് സംവൺസ് വർക്ക്. നടൻ എന്ന നിലയിൽ പഠിച്ച് കാര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് ശ്രമം. രാഷ്ട്രീയമായോ വ്യക്തിപരമായ കാരണങ്ങളാലോ തനിക്കെതിരെ പറയുമ്പോൾ തൻ്റെ ജോലിയെ ബാധിക്കുന്നതിനൊപ്പം നിർമ്മാതാവിനെയും സംവിധായകനെയും ഒക്കെ അത് ബാധിക്കും. പറയുന്നത് ഒരു നെപ്പോ പ്രൊഡക്റ്റാണ്. പക്ഷേ നിർമ്മാതാവിനെ സഹായിക്കാനുള്ള അവസ്ഥ പോലും തനിക്കില്ലെന്ന് മാധവ് സുരേഷ് പറഞ്ഞു. അത്യാവശ്യം ഒരു ബയസ്, ഒരു ന്യൂട്രൽ പേഴ്സ്പെക്റ്റീവിൽ കാണുന്ന ഏതൊരു മനുഷ്യനും എന്തുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടുന്ന ഒരു ഹെയ്റ്റ്, അതായത് ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു വലിയ പെർഫോമർ ആണെന്നോ ഒരു വലിയ നടനാണെന്നൊന്നും ഇതുവരെ ആരുടെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ മേഖലയിൽ ഒന്ന് പഠിച്ച് എൻ്റെ പണി ചെയ്തു പോകാൻ നോക്കുന്ന ഒരാളാണ്. ആ എൻ്റെ സിനിമയെ പോലും പല പല രീതിയിൽ സെൻസ് ഇല്ലാത്ത രീതിയിലൊക്കെ പറയുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഒരു പരിധിക്കുള്ളത് എവിടെ നിന്നാണ് വരുന്നതെന്ന്. രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ കാരണം കൊണ്ടോ പേഴ്സണലായിട്ടോ ഒക്കെ ആയിരിക്കും. അത് എന്നെ പറയുമ്പോഴത്തേക്കും എൻ്റെ ജോലിയെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ സ്വന്തം കാശ് മുടക്കി ഒരു സിനിമ എടുത്ത പ്രൊഡ്യൂസറിനെയും, അദ്ദേഹം വേറെ ആളെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ ഓൾമോസ്റ്റ് 3-4 years ഓഫ് ഹിസ് ലൈഫ് ഈ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി മാറ്റി വെച്ചിട്ട് അത് ഇത്രയും കഷ്ടപ്പെട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തു. സിനിമ ഇറങ്ങിയ അതിൻ്റെ അടുത്ത ദിവസം തന്നെ കാണാത്ത ഒരു റിവ്യൂ ഇടുന്നു. ഇൻ എവറി വേ അവരോടത് ഫെയർ അല്ല. ഇങ്ങനെ ഒരു ബാക്കിംഗ് ഇല്ലാതെ വരുന്നവർക്ക് ഒരു സപ്പോർട്ട് കിട്ടട്ടെ. അഗൈൻ, ഒരു നെപ്പോ പ്രോഡക്റ്റാണ് ഈ ഇരുന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ കയ്യിൽ നിന്നെടുത്ത് സഹായിക്കാനുള്ള ഒരു അവസ്ഥ പോലും അല്ല പനിലേട്ടനെ. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.